ഗ്യാസൊന്നും ഇപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് സ്രാവ് തോരനാണ്. സ്രാവ് തോരൻ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഷാർക്ക് വളരെ ടേസ്റ്റുള്ള ഒരു മീനാണ്. ഇങ്ങനെ ചെയ്യണം, തോരൻ രീതിയിൽ ചെയ്താൽ ടേസ്റ്റുള്ളൂ. കറി വയ്ക്കാൻ പോലെ രുചിയില്ലാത്തൊരു മീനാണ് സ്രാവ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ സ്രാവ് തോരൻ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കണം. പാൻ വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വയ്ക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാണ്. എണ്ണ ചൂടായപ്പോൾ എണ്ണ ചൂടായി കടുക് ഇടുകയാണ്. അത് കടുക് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് അതിന് പറയുന്നത് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിരുന്നു കറിവേപ്പിലൊക്കെ കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സവാള കൂടി ചേർക്കും. കുറച്ച് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഹാഫ് ബോയിലാണ്. ഒരു 15 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ നിന്ന് ഇട്ടെടുത്ത് അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് അതിൻ്റെ മീറ്റ് മാത്രം സ്മാഷ് ചെയ്ത് നമ്മളാണ് ഇത്. ടർമറിക് സോൾട്ടും മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും നമ്മൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് 15 മിനിറ്റ് വെള്ളം തിളപ്പിക്കുക, അതിൽ സ്രാവ് ചെയ്യുക, അതിന് തന്നെ ഇടുക, നേരെ എടുക്കുക, സ്കിൻ റിമൂവ് ചെയ്യുക, മീറ്റ് മാത്രം എടുത്ത് സ്മാഷ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. ബോൺലെസ് ആണ്, അതിൽ ബോൺ വരില്ല. ബോൺ റിമൂവ് ചെയ്ത് മീറ്റ് മാത്രമേ ഉള്ളൂ. സ്രാവിൻ്റെ മീറ്റ് മാത്രമാണ്. ഇതുകൊണ്ടാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത്. നമ്മൾ സാധാരണ തോരൻ വെക്കാണ്ടോ ക്യാബേജ് എല്ലാം എല്ലാ സംഭവം അതേ സെയിം വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുള്ളൊരു 40-50% മൂത്താൽ മതിയാവും. ആ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ആഡ് ചെയ്യണം. ചെറിയ തേങ്ങ നമ്മളൊന്നും ചെയ്തില്ല, ചെറിയ തേങ്ങ ഒന്ന് ആഡ് ചെയ്തു. നന്നായി ഒന്ന് ഇളക്കി ചെയ്തു. ഇതിലാകെ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രഷ്ഡ് ചില്ലി വിത്ത് ബ്ലാക്ക് പെപ്പർ പൗഡർ മാത്രമേ ഉള്ളൂ. ഈ രണ്ടെണ്ണമാണ് ഇതിന് മസാല. ഇതിലാകെ നമ്മൾ ഉപയോഗിക്കുന്ന മസാല ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം മാത്രമാണ്. ബാക്കിയെല്ലാം ഞാൻ ഇട്ട് കൊടുക്കാം.
കുറച്ച് വറക്കണം ടൈപ്പ് തന്നെ വന്നാലാണ് ഇത് രുചിയുള്ളൂ. സാധാരണ തേങ്ങ അരച്ചിറക്കുക അല്ലെങ്കിൽ പച്ചക്കിട്ട് ചേർത്തെടുക്കണം, എല്ലാ തോരനും ചേർത്തിട്ട് മാത്രം നമ്മൾ തേങ്ങ ജസ്റ്റ് വറക്കാൻ പാടില്ല. സെയിം സ്ഥലത്ത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. വേറെ നമ്മളൊന്നും ആഡ് ചെയ്യില്ല, വേറെ ഒരു മസാല ആഡ് ചെയ്യില്ല. ലൈറ്റ് യെല്ലോ കളറായിരുന്നു. ഏകദേശം മൂത്തു. നമുക്ക് തേങ്ങയും ഒനിയനും എല്ലാം തോരൻ മൂത്ത് നിൽക്കുകയാണ്. ഇതിലേക്ക് നമ്മളിനി ഹാഫ് ബോയിൽ വെച്ചിരുന്ന സ്രാവ് ഇടാൻ പോകണം. നന്നായി കൂട്ടി വെക്കുക തേങ്ങയോടൊപ്പം. ഇപ്പോൾ നമ്മൾ തീ വളരെ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോകും. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് ലൈറ്റായിട്ട് കുക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞ സ്രാവ് നമ്മൾ 15 മിനിറ്റ് തിളച്ച് വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് ഇട്ട് അത് തിരിച്ച് റിമൂവ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മളതിന് സ്കിൻ റിമൂവ് ചെയ്യണം. സ്കിൻ റിമൂവ് ചെയ്ത് മീറ്റ് എടുത്ത് ബോൺ തിരിച്ച് എടുക്കുകയാണ്. എടുത്ത് ജസ്റ്റ് സ്മാഷ് ചെയ്ത് നമുക്ക് കാണിച്ചത്. അപ്പോൾ ഹാങ് ഔട്ടിൻ്റെ മറ്റൊരു സ്പെഷ്യൽ ഡിഷുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.